ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, രാവിലെ 4 മണിക്ക് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ അത്രമേൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. റേഷ്യോ പ്രപ്പോർഷനകത്തെ കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നല്ല നല്ല ചോദ്യങ്ങളും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഏത് ടോപ്പിക് വേണേലും പറഞ്ഞോടാ, വീഡിയോ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. പോരെ? അപ്പോൾ നമുക്ക് കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് തരം ചോദ്യങ്ങളും ഇവിടുന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. മക്കളെ, ശരിക്കും പറഞ്ഞാൽ ഈ കോയിൻ റിലേറ്റഡ് പ്രോബ്ലം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു 3 ടൈപ്പ് റേഷ്യോകളെ തരംതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കിക്കോണേ. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ, അല്ലെ നമ്പർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ എഴുതാം, നമ്പർ റേഷ്യോ. ഇനി രണ്ടാമതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയിൻ വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ വേണം. കോയിൻ വാല്യൂ റേഷ്യോ. ഓക്കെ ആണോ? കോയിൻ വാല്യൂ റേഷ്യോ. ഇനി മൂന്നാമത്തെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമൗണ്ട് റേഷ്യോ. ഓക്കെ ആണോ? ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. എന്താ? നമ്പർ റേഷ്യോ വേണം, കോയിൻ വാല്യൂ റേഷ്യോ വേണം, എമൗണ്ട് റേഷ്യോ വേണം. ഒരു ചോദ്യത്തിനകത്ത് ഈ പറയുന്ന 3 പേരും കാണണമെന്നില്ല. ഏതെങ്കിലും 2 പേര് കാണും. എന്തായാലും അതിൽ ഒരെണ്ണം ദാ ഇവനായിരിക്കും. കോയിൻ വാല്യൂ റേഷ്യോ. എല്ലാ ചോദ്യത്തിനകത്ത് ഇവനെ കിട്ടും. ഓക്കെ ആണോ? ഇനി മനസ്സിലാക്കിക്കോ, ഈ പറയുന്ന കോയിൻ വാല്യൂ റേഷ്യോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് വിചാരിക്കാം. ആ, ഇതിനോടൊപ്പം നമുക്ക് ഒന്നുകിൽ നമ്പർ റേഷ്യോ ഉണ്ടാവും, അല്ലെ എമൗണ്ട് റേഷ്യോ ഉണ്ടാവും. അപ്പോൾ എന്തായിരിക്കും ചോദ്യം? മറ്റവനെ കണ്ടുപിടിക്കാനാ. തന്നിട്ടുള്ളത് കഴിച്ച് തരാത്തതാരാണോ അവനെ കണ്ടുപിടിക്കണം. അല്ലെങ്കിലോ, തരാത്തതാരാണോ അവനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവനിലൂടെ ഏതൊക്കെയോ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇവിടുന്ന് വരിക. ഓക്കെ ആണോ? അപ്പോൾ ഈ പറയുന്ന 3 റേഷ്യോകളെ തിരിച്ചറിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ കഴിഞ്ഞു. വേറെ സംഭവമൊന്നുമില്ല. ഇനി മനസ്സിലാക്കേണ്ടത് നമ്പർ റേഷ്യോ ഇൻറ്റു കോയിൻ വാല്യൂ റേഷ്യോ ഗീവ്സ് എമൗണ്ട് റേഷ്യോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അല്ലെങ്കിൽ ദാ ഇങ്ങനെയും കൂടെ പറഞ്ഞു. എടാ, ഈ നമ്പർ വാല്യൂവിൻ്റെ റേഷ്യോയെ ഞാൻ ഇതാ ഇങ്ങനെ എൻ എന്ന് എഴുതി, കോയിൻ വാല്യൂ എന്ന് പറയുന്നതിനെ ഞാൻ സി എന്ന് എഴുതി, അതേപോലെ എമൗണ്ട് റേഷ്യോയെ ഞാൻ എ എന്ന് എഴുതി എന്ന് വിചാരിക്കും. ഇനി ഞാൻ ആ ഇക്വേഷൻ എഴുതുന്നതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എഴുതുക എൻ ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ. അതായത് നമ്പർ റേഷ്യോ ഇൻറ്റു കോയിൻ വാല്യൂ റേഷ്യോ ഇസ് ഈക്വൽ ടു എമൗണ്ട്. ഓക്കെ, ഇതേപോലെ എമൗണ്ട് റേഷ്യോ. ഇതേപോലെ എൻ്റെ അടുത്ത് നമ്പർ വാല്യൂ എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ കോയിൻ വാല്യൂ. ഓക്കെ, എമൗണ്ട് റേഷ്യോ ഡിവൈഡഡ് ബൈ കോയിൻ വാല്യൂ റേഷ്യോ. ഇതൊന്നും പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം. നമ്പർ റേഷ്യോ ഇൻറ്റു എന്താ? നമ്പർ റേഷ്യോ ഇൻറ്റു എന്താണ്? കോയിൻ വാല്യൂ ഈസ് ഈക്വൽ ടു കോയിൻ വാല്യൂ റേഷ്യോ ഈക്വൽ ടു എമൗണ്ട് റേഷ്യോ. ഇനി എന്താ പറഞ്ഞത്? നമ്പർ റേഷ്യോ ഈസ് ഈക്വൽ ടു എമൗണ്ട് റേഷ്യോ ഡിവൈഡഡ് ബൈ കോയിൻ വാല്യൂ റേഷ്യോ. ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യത്തിനെ വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം. മക്കളെ, ഈ ഒരു ചോദ്യത്തിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മൊത്തമായിട്ട് 180 രൂപ ഉണ്ട്. എവിടെ? ഒരു ബോക്സിനകത്ത്. ഈ ബോക്സിനകത്ത് 180 രൂപ ഉണ്ടാക്കാൻ വേണ്ടി എത്രയോ 1 രൂപ കോയിൻ ഉപയോഗിച്ചു, എത്രയോ 50 പൈസ കോയിൻ ഉപയോഗിച്ചു, എത്രയോ 25 പൈസ കോയിനുകൾ ഉപയോഗിച്ചു. ശരി. അങ്ങനെ ഉപയോഗിച്ചതായതിൻ്റെ എണ്ണം കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ആ എണ്ണങ്ങൾ കൃത്യമായി എടുത്തെഴുതി അവനെ വെട്ടിച്ചെറുതാക്കി എടുത്താൽ അതിൻ്റെ റേഷ്യോ 2:3:4 എന്നാണ് കിട്ടുന്നതെങ്കിൽ 50 പൈസ കോയിനുകളുടെ എണ്ണം എത്ര? ഇതാണ് ചോദ്യം. മക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ ഒരു എക്സിൻ്റെ വില കണ്ടുപിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആരാണ് ഈ പറയുന്ന എക്സ്? എവിടെയാണ് ഈ എക്സ് എന്നൊക്കെ ദാ പറഞ്ഞു തരാം. ഇനി ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ തന്നിരിക്കുന്ന 2:3:4 എന്ന് പറയുന്നത് എണ്ണവുമായി ബന്ധപ്പെട്ട റേഷ്യോ ആണെന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതായത് നമ്പർ റേഷ്യോയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 2:3:4. ഡൗട്ടില്ലല്ലോ? ഡൗട്ടില്ലല്ലോ? അപ്പോൾ നമ്പർ റേഷ്യോയുടെ കാര്യം അവസാനിച്ചു. ഇനി കോയിൻ വാല്യൂ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിട്ടുള്ള കോയിനുകൾ ആരാണ്? അതിൻ്റെ വിലകളാണ് ചോദിക്കുന്നത്. 1 രൂപ കോയിനും 50 പൈസ കോയിനും 25 പൈസ കോയിനും ഉള്ളത്. ശരിയല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ചോദ്യത്തിനകത്ത് 180 രൂപ എന്നാണ് പറഞ്ഞേക്കുന്നത്, റുപ്പീസിലാണ് പറഞ്ഞേക്കുന്നത്. അതിനർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ ഒരു കാരണവശാലും ഈ കോയിൻ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ പൈസയിൽ എഴുതി വെക്കാൻ പാടില്ല. 1:50:25 എന്ന് എഴുതാൻ പാടില്ല. മറിച്ച് ഇവനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത വാല്യൂകളാക്കി വേണം റേഷ്യോ ആക്കി എഴുതാൻ. അതായത് ഇപ്പം 100 പൈസ എന്ന് പറഞ്ഞാൽ അത് എത്ര രൂപ? 1 രൂപ. എങ്കിൽ 50 പൈസ എന്ന് പറയുന്നത് എത്ര രൂപ? അര രൂപ, അല്ലെങ്കിൽ 1/2 റുപ്പീസ്. ഇതുപോലെ 25 പൈസ എന്ന് പറയുന്നത് എത്ര രൂപ?
മക്കളെ 1/4 rupees. ശരിയല്ലേ? ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വേണം. ഓക്കെ ആണോ? റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. ഇനി പറ, കോയിൻ വാല്യൂ റേഷ്യോയുടെ അവിടെ എന്തെഴുതണം? 1:, എന്തെന്ന് എഴുതണോടാ? 1/2 എന്തെന്ന് എഴുതണോടാ? 1/4 എന്നെഴുതണം. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, എക്സ് എന്ന് പറയുന്ന ഒരാളെ കണ്ടുപിടിക്കലാണ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എത്ര എണ്ണം എന്നറിയില്ല, പക്ഷേ എത്രയോ എണ്ണം കോയിനുകളാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഓരോ ഡിനോമിനേഷനും. അതായത് 50 പൈസയുടെ ഇത്ര, 1 രൂപയുടെ ഇത്ര, അതുപോലെ എന്താ പറയുക, എന്താണ് 25 പൈസയുടെ ഇത്ര എന്നൊരു കണക്കിലാണ് എൻ്റെ കയ്യിലിരുന്നത്. ആ കണക്ക് ഞാൻ എഴുതി വെച്ചിട്ട് ഏതോ ഒരു സംഖ്യ കൊണ്ട് അതിനെ വെട്ടിച്ചെറുതാക്കിയപ്പോഴെന്നല്ലേ, ആ വെട്ടിച്ചെറുതാക്കാൻ ഉപയോഗിച്ച സംഖ്യ ആ 3 ഡിനോമിനേഷൻസ് ആകുന്ന എണ്ണം എന്താണോ അതിൻ്റെ HCF ആകുന്ന ഒരു സംഖ്യയാണ് ഞാൻ വെട്ടിക്കളഞ്ഞ. ആ HCF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വെട്ടിക്കളഞ്ഞ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആയിക്കോട്ടെ. അതിനെ അസ്യൂം ചെയ്യുക എക്സ് ആണെന്ന്. ഇനി ഈ എക്സിന്റെ വില കണ്ടുപിടിക്കലാണ് നമ്മുടെ പരിപാടി. ഇനി നമുക്കറിയാം ഓൾറെഡി എന്ത് ചെയ്താൽ മതി, വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതാത് സ്ഥാനങ്ങൾ തന്നെ അങ്ങ് ഗുണിക്കണം. അപ്പോൾ എങ്ങനെ വരും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഈ ഒരു ചോദ്യം നോക്കേ, 2x/1, അതാത് സ്ഥാനങ്ങളാണ് ഗുണിക്കേണ്ടത്. 2x/1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2x തന്നെ വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി 3x/1/2 അത് എത്ര വരും? 3/2x എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഈസ് 2. ഇനി എന്തുണ്ട്? 4x1/4 എത്ര വരും? 4ഉം 4ഉം വെട്ടിപ്പോവും, ബാലൻസ് അവിടെ എക്സ് മാത്രമേ ഉള്ളൂ. മക്കളെ, ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷമാണ് ഇനി കാര്യം പറയാൻ എക്സ്ട്രാ പോയിന്റുകളും കൂടെ. നമ്പർ റേഷ്യോയ്ക്കകത്ത് ഇനി നിങ്ങളിതാ ഇങ്ങനെ പ്ലസ് ഇട്ടിട്ട് ഈക്വൽ ടു ഇട്ടാൽ ആരെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസിനെ കിട്ടും. ഓക്കെ ആണോ? ഇനി എക്സിന്റെ വില കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എക്സിന്റെ വില എടുത്തിട്ട് ഒന്നുകിൽ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് കിട്ടും. അല്ല, നിങ്ങൾക്ക് വേണ്ടത് അതാത് ഇപ്പോൾ 1 റുപ്പിയുടെ കാര്യമാണെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി എക്സിന്റെ വില. ഇനി 50 പൈസയാണെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി എക്സിന്റെ വില. ഇനി 25 പൈസയാണെങ്കിൽ എക്സിന്റെ വില ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ശരിയാണോ? ഇനി നിങ്ങൾക്ക് വേണ്ട ടോട്ടൽ എമൗണ്ട് ആണെങ്കിലോ ഇവിടെ അങ്ങ് സം ചെയ്തേക്കണം. ഈക്വൽ ടു, ചോദ്യത്തിനകത്ത് എക്സ് കണ്ടുപിടിക്കാനുള്ള വിലയാണ് നമുക്ക് വേണ്ടത്, എക്സിന്റെ കാര്യമാണ് വേണ്ടത്. ഇവിടെ എക്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് എന്താ? ടോട്ടൽ എമൗണ്ടാണ്. ദാറ്റ് ഈസ് എമൗണ്ട് റേഷ്യോയ്ക്കകത്ത് ഇങ്ങനെ എഴുതിയിട്ട് സം എടുത്താൽ 180, അതായത് ടോട്ടൽ എമൗണ്ട് കിട്ടൂടാ. കൂട്ടടാ ഇനി. അപ്പോൾ അറിയാം 2x പ്ലസ് 3/2x പ്ലസ് എക്സ് എന്തോ വരും മക്കളെ? കൂട്ടാനൊരു എളുപ്പമുണ്ട്. ഇത് 2 3/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3/2 എന്ന് പറഞ്ഞാൽ 1.5. ശരിയല്ലേ? അപ്പോൾ 2ഉം 1.5യും കൂടെ ആയപ്പോൾ എത്രയാടാ? 3.5. ഇവിടെ 1 ഉള്ളത്, അപ്പം 4.5. മൊത്തം കൂടെ എത്ര വന്നു? 4.5. 4.5 എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 9/2, 9ന്റെ പകുതിയാണ് 4.5. അത്രയും എക്സ് സമം 180. ഇനി എന്ത് ചെയ്യാം? ഇവിടെ ക്യാൻസലേഷൻ ചെയ്യാം. 9 കൊണ്ട് അപ്പുറം ഇപ്പുറം വെട്ടുമ്പോൾ ഇത് എത്ര വരും? 20. ഓക്കെ ആണോ? ഈ 2 അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിന്റെ വില എന്താവും? 40. ഇനി ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കേ, 50 പൈസയുടെ എണ്ണമാ വേണ്ട. എണ്ണം വേണമെങ്കിൽ എവിടെ പോകണം? നമ്പർ റേഷ്യോ. ആണ്ട് എണ്ണം കാണിക്കുന്നത് ഇവിടെയാണ്. അതിനർത്ഥം എന്താ? ആ വില എടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണ്ടേ? ഇട്ട് കൊടുക്കട. വില എന്താ? 3x സമം. ഓക്കെ ആണോ? എന്ത് വരണം? 3 ഇൻറ്റു എക്സിന്റെ വില 120 ആണോ? സോറി, എക്സിന്റെ വില എത്ര? 40. ശരി, അപ്പോൾ ഇതിന്റെ ആൻസർ എത്ര വരും? 3 ഗുണം 40 എന്ന് പറഞ്ഞാൽ 120 വരും. കണ്ടോടാ? അപ്പോൾ ഇത്രയും എന്തുണ്ട്? കോയിൻസ് അവിടെ ഉണ്ട്. ഏത് കോയിൻ? 50 പൈസ കോയിൻ അവിടെ ഉണ്ട്. ഡൗട്ട് ഉണ്ടോ? ഇല്ലേ? അപ്പോൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. ഇത്രയും ഉള്ളടാ ഇവിടെ പഠിക്കാൻ. താണ്ട രണ്ടാമത്തെ ചോദ്യം നോക്കടാ. രണ്ടാമത്തത് നോക്കടാ. ഇവിടെ ടോട്ടൽ എമൗണ്ട് അല്ല തന്നേക്കുന്നത്, മറിച്ച് ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസാണ് തന്നേക്കുന്നത്. അപ്പോൾ ആലോചിക്കണം, എക്സ് കണ്ടുപിടിച്ചാൽ കഴിയുന്ന പരിപാടിയേ ഉള്ളൂ. ഈ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ കോയിനുകളാണെങ്കിൽ നമ്പർ റേഷ്യോയുടെ സം എടുത്താൽ മതി. തീർന്നു, കാര്യം കഴിഞ്ഞു. ചോദ്യത്തിന്റെ ഉത്തരവും കിട്ടി. മക്കളെ, ഇത് നോക്കിക്കോണേ. 1 റുപ്പീസ് ഉണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. ഇനി അവർ പറയുന്നത് തന്നിരിക്കുന്നതായ സംഖ്യകൾ അല്ലെങ്കിൽ ഓരോ ഡിനോമിനേഷൻ്റെയും വാല്യൂ എത്രയോ എണ്ണം, ആ എണ്ണം കണക്കൂട്ടിയിട്ടുള്ള വാല്യൂ, ആ വാല്യൂവിൻ്റെ റേഷ്യോ ആണ് 13:11:7 എങ്കിൽ 50 പൈസ കോയിനുകൾ എത്ര എണ്ണമുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കോണം. ഈ തന്നിരിക്കുന്നത് ആരാണ്? എമൗണ്ട് റേഷ്യോ ആണ്. ഇത് എന്തിൻ്റെ റേഷ്യോ? എമൗണ്ട് റേഷ്യോ. അപ്പോൾ ഇനി എഴുതുമ്പോഴും അതേപോലെ തന്നെ എഴുതണമല്ലോ. നോക്കിക്കോ. എമൗണ്ട് റേഷ്യോ ആദ്യമേ ഞാൻ അങ്ങ് എഴുതി. എമൗണ്ട് റേഷ്യോ എഴുതി. എത്രയാ? 13:11 എത്രയാടാ? 7. ഡൗട്ട് ഉണ്ടോ? ഇനി ഞാൻ എഴുതേണ്ടത് ആരെ ആയിരിക്കും? കോയിൻ വാല്യൂവിനെ ആയിരിക്കും. കോയിൻ വാല്യൂ എനിക്കറിയാം. കോയിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? അവിടെ 1 രൂപയുണ്ട്. 50 പൈസ എത്ര രൂപയാ?
അപ്പം ഇതും രൂപ കണക്കിൽ തന്നെ മാറ്റി എഴുതിയേക്കണം കേട്ടോ. അത് കാര്യമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു പോകുമ്പോൾ മനസ്സിലാവും. ഇതെന്തായി? 1 രൂപ. ഇനി 50 പൈസ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യ? 1/2 റുപ്പീസ്. അതുപോലെ ദാ ഇവിടെ എന്തിന് തുല്യമാ? 25 പൈസ 1/4 റുപ്പീസിന് തുല്യമാണ്. ശരിയല്ലേ? ഇനി നമുക്കറിയാം ഇവിടെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. എണ്ണം എത്രയോ ഉണ്ട്. ആ എക്സ് എന്ന് പറയുന്നത് ഈ എമൗണ്ടിന്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. ആ എക്സ് കൊടുത്തേരാ അവിടെ ഉണ്ടടാ. ഓക്കെ അല്ലേ? തൊട്ട് മുമ്പത്തെ ചോദ്യം എടുത്ത് ഒന്നുകൂടെ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എക്സ് എങ്ങനെ ഇവിടെ വന്നെന്നുള്ളത്. എമൗണ്ടിന്റെ അവിടെയും ഞാൻ ഈ എക്സിനെ എന്തുകൊണ്ട് എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഇനി സംഭവിച്ചേ മക്കളേതാ? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യണം. കണ്ടോ? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെയാണ് കിട്ടുന്നത്? നമ്പർ റേഷ്യോയെ കിട്ടും. ആരെ കിട്ടൂടാ? നമ്പർ റേഷ്യോ കിട്ടും. ഓക്കെ അല്ലേ? എത്ര പേരൂടാ? 13 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 13 ഈസ് 11 ഡിവൈഡഡ് ബൈ 1/2. മക്കളെ 11 ഡിവൈഡഡ് ബൈ 1/2. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ കാരണം ഈ 2 ഇങ്ങ് മുകളിൽ വരും. അപ്പോൾ ഇത് എത്ര വരും? 22 എക്സ്. മക്കളെ ഇവിടെ എക്സ് ഇടാൻ മറന്നുപോയി ഞാൻ. ഈസ് ടു കണ്ടോ? 22 എക്സ് വന്നു. ഇനി ഇവിടെ ഇതേപോലെ 4 അങ്ങ് മുകളിൽ പോകും. അപ്പോൾ 7 4 എത്ര വരും? 28 എക്സ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ആണ് തന്നേക്കുന്നതെങ്കിൽ സം എടുത്താൽ ഏതിന്റെ? നമ്പർ റേഷ്യോയുടെ സം എടുത്താൽ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എത്രയെന്നാ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്? 378. എക്സ് കണ്ടുപിടിക്കാനുള്ള വഴി തെളിഞ്ഞോ? തെളിഞ്ഞു. കണ്ടുപിടിച്ചോ? 13ഉം 22ഉം 28ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 63 എക്സ്. ഇത് ആർക്ക് തുല്യം? 378 തുല്യം. ശരി, എങ്കിൽ എക്സ് ആരാകും എന്നറിയണ്ടേ? ഒന്നുമില്ലടാ, ഈ 63ന്റെ പട്ടിക ചൊല്ലി നോക്കുമ്പോൾ ഇവിടെ 6ാമതാണ് ഇവൻ വരിക. ചൊല്ലി നോക്കാൻ നമുക്കറിയില്ല, പക്ഷെ ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? ഈ 3 പറയുന്നത് 8 ആകണമെങ്കിൽ അത്യാവശ്യം ഒരു 6 കൊണ്ട് ഗുണിച്ചാലൊക്കെ ഉള്ളൂ. അവർ ഏറെക്കുറെ റേഞ്ച് വെച്ച് ഗുണിച്ചൊക്കെ ഇതാണ് വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഈ 63 അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 63നെ ഇനിയും ഫാക്ടറൈസ് ചെയ്യാം. ഇതിനെ 9 കൊണ്ട് 7 കൊണ്ടൊക്കെ വെട്ടാം. അതേ ആൾക്ക് കൊണ്ട് അപ്പുറവും കൂടെ വെട്ടിയാലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് സമം എത്രയെന്ന് കിട്ടി? ഇവിടെ 6 എന്ന് കിട്ടി. ഡൗട്ട് ഇല്ലല്ലോ. ഇനി ചോദ്യം എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് നോക്കേ. എത്ര 50 പൈസ കോയിനുകളുണ്ട്? എണ്ണമാണ് കിട്ടേണ്ടതെങ്കിൽ ഞാൻ എവിടെ കൊണ്ടുവിടണം? എക്സിന്റെ വില നമ്പർ റേഷ്യോയ്ക്കകത്ത് കൊണ്ടുവിടണം. നിലവിൽ 50 പൈസ എന്ന് പറയുന്നതിന്റെ സ്ഥാനം 22 എക്സ് അവിടെയല്ലേ കിടക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. 22 എക്സ് ഇതിന്റെ മൂല്യം എത്രയാണെന്ന് ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ മൂല്യം എത്രയാണെന്ന് കിട്ടിയില്ലേ? എത്രയാണ്? 6. അപ്പോൾ 22 ഗുണം 6 എത്ര വരും? 6 2 12. 120ഉം അതിന്റെ കൂടെ 6 2 12. വേണ്ടേ? 12 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? ഇവിടെ 132 എന്ന് വരും. അതായത് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ മകളെ? ഇത്രമേൽ സിമ്പിളാ സാധനം. അത്രയ്ക്കേ ഉള്ളൂ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കണം. ഇനി എന്താ അവർ പറയുന്നത്? ഒരു ബാഗിനകത്ത് 90 റുപ്പീസ് ഉണ്ട്. അതായത് രൂപ എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. 90 രൂപയുണ്ട്. അതിനകത്തുള്ള ഡിനോമിനേഷൻസ് എന്ന് പറയുന്നത് 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്, 10 പൈസയുണ്ട്. ഇനി അവർ പറയുക ഈ പറയുന്ന 50ഉം 25ഉം 10ഉം അടങ്ങിയിട്ടുള്ളതിന്റെ എണ്ണം എന്ന് പറയുന്നത് 2:3:5. എങ്കിൽ 25 പൈസ കോയിനുകൾ എത്ര എണ്ണമുണ്ട് ആ ബാഗിൽ? മക്കളെ എളുപ്പമാണ്. എന്താ ഇത്? നമ്പർ റേഷ്യോ ആണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ കാര്യം തീർന്നടാ. ആദ്യമേ നമ്പർ റേഷ്യോ എഴുതുന്നു. 2:3:2. ഇനിയിപ്പം എന്താണെന്ന് എടുത്തെഴുതി സ്റ്റെപ്പുകളായിട്ട് പറയണമെന്നില്ലല്ലോ. കാര്യങ്ങളങ്ങ് തീർന്നാൽ പോരെ. ഇനി പറ 50 പൈസ റുപ്പീസ് ആക്കണം. കാര്യം ചോദ്യത്തിനകത്ത് 90 രൂപ എന്നാണ് പറഞ്ഞേക്കുന്നത്. റുപ്പീസ് ആയിക്കോ. 50 പൈസ എന്നാണെങ്കിൽ 1/2 ഈസ് ടു. ഇനി അടുത്തത് 25 പൈസയാണെങ്കിൽ 1/4 ഈസ് ടു. 10 ആണെങ്കിൽ 10 പൈസയാണെങ്കിൽ 1/10. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ് ഉണ്ടേ മറക്കരുതേ. എക്സ് ഉണ്ടേ മറക്കരുതേ. എക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, വെട്ടിച്ചെറുതാക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ തന്നേക്കുന്നത്? നമുക്ക് എമൗണ്ട് റേഷ്യോയിലോട്ട് പോകണം. എന്ത് ചെയ്താൽ മതിയുടെ? എമൗണ്ട് കിട്ടാൻ 2 കൂടെ ഗുണിച്ചാൽ മതി. 2 കൂടെ ഗുണിക്ക്. 2 × 1/2 എത്ര വരും? 2ഉം 2ഉം വെട്ടിപ്പോവും. ബാലൻസ് അവിടെ എക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി എന്താ ഉള്ളത്? 3x × 1/4. അപ്പോൾ എത്ര വരും? 3/4 എക്സ് എന്ന് വരും. ഇനി ആരാ ഉള്ളത്? ഇനി അവിടെ 5 × 1/10. അപ്പോൾ 5/10 എക്സ് എന്നാണ് വരുന്നത്. 5ഉം 10ഉമായിട്ട് വെട്ടിയാൽ എനിക്കത് 1/2 ആക്കാം. തെറ്റില്ലല്ലോ. സോ 1/2 എക്സ് എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു ഇവിടെ തന്നേക്കുന്ന ടോട്ടൽ എമൗണ്ട് ആയ സ്ഥിതിക്ക് ഇത് ഇത്രയും കൂടെ പ്ലസ് ചെയ്താൽ മതി. ഈക്വൽ ടു എത്രയെന്ന് വരും? 90 രൂപ. കണ്ടോ? കണ്ടോടാ, ഇതാണ് എമൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. കണ്ടോ? സം എടുത്താൽ മതി. എനിക്ക് എത്ര കിട്ടും? 90 രൂപ. ഇനി കൂട്ട്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇത് 1/4. കണ്ടോ? 1ഉം 3/4 കൂടെ ആയപ്പോൾ 1/4. ഇനി അതിന്റെ കൂടെ എത്ര ഉണ്ട്? ദാണ്ട ഒരു അരയും കൂടെ ഉണ്ട്. 1/4ന്റെ കൂടെ അര കൂട്ടി എത്ര വരും? 2/4. ശരിയല്ലേ? 2/4 എന്ന് പറഞ്ഞാൽ 2 × 1/4. കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് 2 കൂടെ ഗുണിച്ച് ഇത് 2 കൂടെ കൂട്ടണം.
ശരിയാണോ? ഇത് രണ്ടും കൂടെ കൂട്ടണം. ഇതാണ് മിക്സഡ് ഫ്രാക്ഷനെ പ്രോപ്പർ ആക്കുന്നതിന്റെ ആ ഒരു ഇംപ്രോപ്പർ ആക്കുന്നതിന്റെ രൂപം. എങ്ങനെ വരും ഇവിടെ? ഇപ്പോൾ ഇതെത്ര വരും? 4 2 8 9 ബൈ 4 ഇതാണ് 2.25 എന്ന് പറയുന്നത്. മനസ്സിലാവൂ? ഇത് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാ. അപ്പോൾ ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ 90 ആണ് വരുന്നത്. അതായത് 2.25, അതായത് 9/4 എന്ന് പറയുന്നത്, അത്രയും എക്സ് എന്ന് പറയുന്നത് 90 ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ 9ഉം ഈ 90യും കൂടെ വെട്ടിയാൽ ഇവിടെ 10 വരും. അതായത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എക്സിന്റെ വാല്യൂ എത്രയാ വന്നേ? പറയടാ, എക്സിന്റെ വാല്യൂ എത്രയാ വന്നേ? എക്സിന്റെ വാല്യൂ 4 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ബിക്കംസ് 40. ഡൗട്ട് ഉണ്ടോ? ഇല്ല. എക്സ് കിട്ടിയാൽ ഇനി എന്താ ചോദ്യം എന്നങ്ങ് നോക്കിയാൽ മതി. 25 പൈസ കോയിനുകൾ എത്ര എണ്ണം? മക്കളെ, എണ്ണമാണെങ്കിൽ നമ്പർ റേഷ്യോയ്ക്കകത്ത് പോകണം. 50 25 10, ഇതാണ് എന്തിന്റെ സ്ഥാനം? 25 പൈസയുടെ സ്ഥാനം. ശരിയല്ലേ? എക്സിന്റെ വില അവിടെ കൊടുക്കടാ. 3 × 40 ഈസ് ഈക്വൽ ടു 3 × 40 ഈസ് ഈക്വൽ ടു എത്ര വരൂടാ? 120. കണ്ടോ? അതായത് 120 എണ്ണം 25 പൈസ കോയിനുകൾ അവിടെ ഉണ്ട്. കണ്ടോ? അപ്പൊ അത്രയും എണ്ണം കോയിനുകൾ അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? കാര്യം പിടികിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കേടാ. അടുത്തത് ഇതേപോലെ തന്നെ അവർ പറയുക, മൊത്തത്തിൽ ഒരു 225 അത്രയും റുപ്പീസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണ്? എന്താണ് rupees 225 consisting of 1 rupee 50 paise 25 paise coins. ശരി, മൊത്തം 225 ഉണ്ട്. അവിടെ 1 രൂപയും 50 പൈസയും 25 പൈസ കോയിനുകളും ചേർത്ത് വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. എങ്കിൽ അവർ പറയുകയാണ് റേഷ്യോ ഓഫ് ദെയർ നമ്പർ ദാണ്ട തന്നേക്കുന്ന നമ്പറിന്റെ ഓർഡർ 8 5 3 തീർന്നേ. ഇനി ഞാൻ പറഞ്ഞു എക്സ് ഇവിടെ ഉണ്ട്. നമ്പർ റേഷ്യോയ്ക്കകത്ത് എമൗണ്ട് റേഷ്യോയ്ക്കകത്ത് എക്സ് ഇടുന്ന കാര്യം മറക്കരുത്. ഓക്കെ, കോയിൻ വാല്യൂവിൻ്റെ റേഷ്യോ എത്രയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ 1 രൂപയുടെ കോയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അവിടെ അടുത്ത ആരുണ്ട്? 50 പൈസ, അപ്പോൾ 1/2. ഇനി അവിടെ ആരാ ഉള്ളത്? 25 പൈസ, ദാറ്റ് ഈസ് 1/4. കഴിഞ്ഞോ? ഇനി നമുക്ക് അവിടുന്ന് ആരെ കിട്ടണം? അവിടെ എമൗണ്ട് റേഷ്യോയിലോട്ട് പോകണം. എമൗണ്ട് റേഷ്യോ എങ്ങനെ കിട്ടുന്നത്? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേടാ? 8 × 1 ദാറ്റ് ഈസ് 8, ദാറ്റ് ഈസ് 8x ഈസ് ടു 5x ഇൻറ്റു 1/2, സോ 5/2x ഈസ് ടു ഇവിടെ 3 ബൈ 4. കണ്ടോ? 3/4 എക്സ് എന്ന് വരും. ഇനി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് 225 എന്ന് പറയുന്ന ടോട്ടൽ എമൗണ്ട് അല്ലേ? ഈ തന്നിരിക്കുന്നതാണ് എമൗണ്ട് റേഷ്യോ. ഇത് ഇത്രയും കൂടെ സം ചെയ്താൽ ആരായിരിക്കും നമുക്ക് കിട്ടുക? 225. ഡൗട്ട് ഇല്ലല്ലോ. ഇനി പറ 8 5/2 എന്ന് പറഞ്ഞാൽ 2.5 മുക്കാല്. കണ്ടോ? 8 ഇവിടെ 8 2 10 10.5 10.5യുടെ കൂടെ മുക്കാല് വരുമ്പോഴത്തേക്ക് എത്ര വരും? 10.5 പിന്നെ ഒരു കാലും കൂടെ. അപ്പോൾ എത്ര വന്നടാ? 11.25 എന്ന് വരും. നിങ്ങളെ 11.25 എന്ന് പറഞ്ഞാൽ 11 and 1/4. കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആൻസർ 4 × 11 ദാറ്റ് ഈസ് 44 + 1 45 ഡിവൈഡഡ് ബൈ 4. ശരിയല്ലേ? ഇങ്ങനൊക്കെ ചെയ്യാൻ അറിയണം, എന്നാലേ സ്പീഡ് കൂടത്തുള്ളൂ കേട്ടോ. ഇതൊന്നും എഴുതരുത്, മനക്കണക്കായിട്ട് ചെയ്തെങ്കിൽ കയറി വരണം. അപ്പോൾ എത്രയായി? 45 ഡിവൈഡഡ് ബൈ 4. അത്രയും എക്സ് സമം 225. ഓക്കെ അല്ലേ? 45ന്റെ പട്ടിക ഒക്കെ അറിഞ്ഞു വെക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇതെങ്കിലും അറിഞ്ഞു വെക്കണം മക്കളെ. ഇത് എത്ര വരൂടാ? 5 എന്ന് വരും. 45 × 5 45 × 4 ആണ് എത്ര? 180. അപ്പോൾ 40 ആകുമ്പോഴത്തേക്ക് 12 4 22 220 വരും. പ്ലസ് ഒരു 5 കൂടെ ആകുമ്പോഴത്തേക്ക് 45 × 5 ആയി. ഇനി എന്ത് ചെയ്യണം? എക്സിന്റെ വില കിട്ടാൻ എന്ത് ചെയ്യണം മക്കളെ? എക്സിന്റെ വില കിട്ടാൻ ജസ്റ്റ് അതിനെ ഒന്ന് ക്രോസ് ചെയ്താൽ മതി. ആരെ? ഈ 4നെ അങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്താൽ മതി. സോ എക്സ് ബിക്കംസ് ആരാ കൂടാ? 5 × 4 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 20. എക്സിന്റെ വില കിട്ടിയാൽ പിന്നെ ചോദ്യം നോക്കിയേക്കണം. എന്താ അവർ പറഞ്ഞേക്കുന്നത്? നമ്പർ ഓഫ് 1 rupee കോയിൻ. 1 rupee കോയിന്റെ സ്ഥാനം എവിടെയാ? ഈ 8x അടുത്താ. അപ്പോൾ എന്ത് ചെയ്യണം? എണ്ണം കിട്ടാൻ എക്സിന് വില കൊടുക്കണം. സോ 1 rupee കോയിൻ ഈസ് 8x. അപ്പോൾ എക്സിന് വില കൊടു. സോ 8 × എക്സിന്റെ വില 20. സോ ദാറ്റ് അവർ ആൻസർ ഇസ് 160. ഡൗട്ട് ഉണ്ടോ? ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? വളരെ എളുപ്പത്തിൽ ചോദ്യം കയ്യിലോട്ട് വന്ന് കണ്ടോടാ. ഇനി അടുത്ത ചോദ്യം നോക്കടാ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതൊന്ന് നോക്കിക്കോ. നമുക്ക് ഈ ഒരു ചോദ്യം കൂടെ മതി. ഈ ഒരു കാര്യം പഠിക്കാൻ, ഐഡന്റിഫൈ ചെയ്യാൻ ഇത്രയും മതിയിടാം. എൻ്റെ കയ്യിലൊരു ബോക്സ് ഉണ്ട്. അതിനകത്ത് 1 rupee കോയിൻ ഉണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. ഇനി അവരെന്താ പറഞ്ഞേക്കുന്നത്? ഈ റേഷ്യോ എന്ന് പറയുന്നത് 8:5:3. ദാറ്റ് മീൻസ് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോയിൻസിന്റെ എണ്ണത്തിന്റെ റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി അവർ പറയുക ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 112.50. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ കാര്യം എളുപ്പമായി. ഒന്നുമില്ല, 8:5 എത്രയുള്ള 3. ഇതിൻ്റെ വാല്യൂവിൻ്റെ റേഷ്യോ എങ്ങനെ വരും? 1 ഈസ് ടു. ഇവിടെ 50 പൈസ കോയിൻസ് ആണെങ്കിൽ റുപ്പീസിൽ 1/2.
ഇവിടെ 25 ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് 1/4. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി അവരെന്താ പറഞ്ഞേക്കുന്നത്? പറഞ്ഞേക്കുന്നത് 112 രൂപയുണ്ട് ടോട്ടൽ എമൗണ്ട്. അപ്പോൾ നമ്മൾ എന്തിനെ കണ്ടുപിടിക്കണം? ടോട്ടൽ എമൗണ്ടിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ഇവിടെ എക്സ് ഉണ്ട്, മറക്കരുത്. ഓക്കെ. എമൗണ്ട് റേഷ്യോ എന്തോ വരും? രണ്ടും കൂടെ ഗുണിച്ച് അങ്ങോട്ട് എഴുതി വെക്കടാ. എന്തോ വരും ഇവിടെ? 8ഉം 2ഉം 8 1ഉം 8. സോ 8x ഈസ് ടു. ഇവിടെ എത്ര വരും? 5/2. കണ്ടോ? അത്രയും എക്സ് ഈസ് ടു. ഇത് എത്ര വരും? 3/4. സോ ഇറ്റ് ബിക്കംസ് 3/4 എക്സ്. മക്കളെ ഇത് ഇത്രയും കൂടെ സമ്മ് ചെയ്താലാണ് നമുക്ക് ആരെ കിട്ടുക? ടോട്ടൽ എമൗണ്ട് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. അത് എത്രയാ? 112.50. ഇനി ഇത് ഇത്രയും കൂടെ കൂട്ടിയാൽ എത്ര വരുമെന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ ചെയ്തതാ. അത് 45 ഡിവൈഡഡ് ബൈ 4 അത്രയും എക്സ് ഇസ് ഈക്വൽ ടു 112.50. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നത് പോലെ വെട്ടി ചെറുതാക്കിയത് 45-നെ ഞാൻ ആദ്യം 5 കൊണ്ടങ്ങ് വെട്ടുക എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എത്ര വരും? 9 വരും. അപ്പുറത്തും 5 കൊണ്ട് വിട്ട്. സോ ഇറ്റ് ബിക്കംസ് 2. ഇനി ബാലൻസ് എത്ര ഉണ്ട്? 12 വരും. 11ന്റെ ബാലൻസ് 1 വരും. 12ന്റെ ബാലൻസ് 2 വരും. അപ്പോൾ തന്നെ ഇവിടെ എത്രയായി? 2 ആയി. 25 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 25-നകത്ത് 5 എത്ര വട്ടം അടങ്ങൂടാ? 5 വട്ടം. ശരിയല്ലേ? സോ ബിക്കംസ് 22.5. ഇനി ഈ പറയുന്ന എന്താണ് ഇവിടെ 9 കൊണ്ട് ഇനിയും വെട്ടാം. 9 വെച്ച് വെട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ എത്ര വരും? 9 കൊണ്ട് വെട്ടുമ്പോൾ 225 എന്ന് പറയുന്നത് 25 ഗുണം 9 ആണ് എന്ത്? 225. സോ ആൻസർ ഇസ് 2.5 വരും. ഇനി എന്ത് ചെയ്യാം? എക്സിന്റെ വില കിട്ടാൻ വേണ്ടിയിട്ട് ഈ 4 അങ്ങോട്ടങ്ങ് ഗുണിച്ചാൽ മതി. 2.5 ഗുണം 4 എത്ര വരും ഇവിടെ? 2.5യുടെ 4 മടങ്ങാണ് എത്ര? 10 എന്ന് പറയുന്നത്. സോ എക്സിന്റെ വില എത്ര കിട്ടി? 10 കിട്ടി. ഇനി എന്താ ചോദ്യം? എത്ര എണ്ണം 50 പൈസ കോയിൻ? 50 പൈസയുടെ എണ്ണം എവിടുന്നാ കിട്ടുക? ഈ 5 എക്സിനകത്തുനിന്ന്. അതായത് 5 ഗുണം എത്രയാ വന്നേ? 5 ഗുണം എക്സിന്റെ വില 10. ഓക്കെ. അപ്പോൾ എത്ര വന്നു? 50 കോയിനുകൾ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കണം. ഞാൻ ഈ തന്നിട്ടുള്ളതായ സകലമാന ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷയ്ക്ക് CGLന്റെ പരീക്ഷയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ SSC ഓറിയന്റഡ് ആയിട്ടുള്ള CHSLന്റെ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ ആണോ? മക്കളെ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെങ്കിലും ചോദ്യം വളരെ റെയറായിട്ടാണ് വരിക. പഠിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കിട്ടിയതോടുകൂടി ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇനിയും സ്വന്തമായിട്ട് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ എന്നിലൂടെ പഠിച്ചെടുക്കണമെന്ന് ആവശ്യമുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക്സ് പറയാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാം. ഓക്കെ ആണോ? പഠിപ്പിച്ചു തരാം നിങ്ങളെ. വീഡിയോ ചെയ്യുന്നതിലല്ലല്ലോ കാര്യം, പഠിപ്പിച്ചു തരുന്നില്ല കാര്യം, പഠിപ്പിച്ചു തരാം. ഓക്കെ ആണോടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചോദ്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ആൻസർ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയടാ. അതോടുകൂടി അങ്ങ് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യടാ. ചോദ്യം കണ്ടോ? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യടാ. സോ താങ്ക് യു.